നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. 2025-26 വർഷത്തെ DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അപ്രന്റീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ബംഗളൂരുവിലാണ് ഈ അവസരം വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്കാണ് ഇപ്പോഴുള്ള നിയമനം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഒഴിവുകൾ നോക്കാം. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ട യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിലോ പാർലമെന്റിന്റെ നിയമപ്രകാരം അംഗീകൃത സ്ഥാപനത്തിലോ നിന്ന് ലഭിച്ച ബിരുദമുണ്ടായിരിക്കണം. BE അല്ലെങ്കിൽ BTech ആവശ്യമാണ്. 18-നും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. കൂടാതെ SC, ST, OBC, PWD വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിലവിലുള്ള നിബന്ധനകൾ പ്രകാരമുള്ള ഇളവുകൾ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 മെയ് 8 നമുക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഒഴിവുകൾ നോക്കാം. ഡിസിപ്ലിൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 30 ഒഴിവുകളാണുള്ളത്. അതേപോലെ നെക്സ്റ്റ് എയറോനോട്ടിക്കൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് 15, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ടെലികോം 10 ഒഴിവുകളാണുള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 15, മെറ്റലർജി, മെറ്റീരിയൽ സയൻസ് 4 ഒഴിവുകളാണുള്ളത്. ലാസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് 1 ഒഴിവ്. അങ്ങനെ മൊത്തം ഒഴിവുകൾ 75. ഇനി നമുക്ക് നോൺ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം. അംഗീകൃത യൂണിവേഴ്സിറ്റികളോ സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളോ നൽകുന്ന ബിരുദം ഉണ്ടായിരിക്കണം. പ്രായപരിധി നേരത്തെ പറഞ്ഞതുപോലെ 18-നും 27 വയസ്സിനും ഇടയിലായിരിക്കണം. അതേപോലെ SC, ST, OBC, PWD വിഭാഗങ്ങൾക്ക് ഇളവുകൾ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഒഴിവുകൾ നോക്കാം. BCom 10 ഒഴിവുകളുണ്ട്. BSc കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എന്നിവയിൽ ഒന്നുണ്ടെങ്കിൽ 5 ഒഴിവുകൾ. BA ഫിനാൻസ്, ബാങ്കിങ് തുടങ്ങിയവ 5 ഒഴിവുകൾ. BCA 5, BBA 5. അങ്ങനെ മൊത്തം ഒഴിവുകൾ എന്ന് പറയുന്നത് 30. നെക്സ്റ്റ് ഡിപ്ലോമ അപ്രന്റീസ് ട്രെയിനീസിന്റെ യോഗ്യത നോക്കാം. സംസ്ഥാന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡുകൾ, യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച സ്ഥാപനങ്ങൾ നൽകുന്ന ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ സാൻഡ്വിച്ച് കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അപ്രന്റീസ് പരിശീലനത്തിനായിട്ട് അപേക്ഷിക്കാനായി സാധിക്കും. അതേപോലെ പ്രായപരിധി 18-നും 27 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം. ഡിസിപ്ലിൻ നോക്കാം. നമുക്ക് ഒഴിവുകൾ നോക്കാം. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ടൂൾ ആൻഡ് ടൈ ഡിസൈൻ 10 ഒഴിവുകളുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ 7 ഒഴിവുകൾ. കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് 3. അങ്ങനെ മൊത്തം ഒഴിവുകൾ 20. നെക്സ്റ്റ് ITI അപ്രന്റീസ് ട്രെയിനി യോഗ്യത എന്താണെന്ന് നോക്കാം. ഹൈസ്കൂൾ പഠനം പൂർത്തിയായ ശേഷം കുറഞ്ഞത് 2 വർഷം ദൈർഘ്യമുള്ള ITI ട്രേഡ് കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. അത് AICTE അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നുള്ളത് ആയിരിക്കണം. അല്ലെങ്കിൽ സാൻഡ്വിച്ച് കോഴ്സിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് നോക്കാം. മെഷീനിസ്റ്റ് 3 ഒഴിവുകൾ, ഫിറ്റർ 4, ടർണർ 3, ഇലക്ട്രീഷ്യൻ 3, വെൽഡർ 2, ഷീറ്റ് മെറ്റൽ വർക്കർ 2, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 8. അങ്ങനെ മൊത്തം ഒഴിവുകൾ 25. നെക്സ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961, അപ്രന്റീസ്ഷിപ്പ് റൂൾസ് 1992 ആൻഡ് 2015-19 ഭേദഗതികൾ പ്രകാരമായിരിക്കും പരിശീലനം ലഭിക്കുക. 12 മാസത്തേക്കാണ് അപ്രന്റീസ്ഷിപ്പിൽ കരാറ്. അത് ഒപ്പിടുന്ന ദിവസം മുതലാണ്. അതേപോലെ പരിശീലനം ജോലി ഉറപ്പു നൽകുന്നതല്ല, പരിശീലനം മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ BE, BTech, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, ITI എപ്പോഴും അതത് പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങളുടെ അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ ചേർക്കേണ്ടതുണ്ട്. അതേപോലെ ITI അപ്രന്റീസുമാർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. www.apprenticeshipindia.org അല്ലെങ്കിൽ www.apprenticeshipindia.gov.in ഈ 2 വെബ്സൈറ്റുകൾ ഏതെങ്കിലും ഒന്നിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പർ അപേക്ഷാ ഫോമിൽ ചേർക്കുക. അത് ഈ സെലക്ഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് പരിശോധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് ചേർക്കേണ്ടതാണ്. ഗ്രാജുവേറ്റ് അപ്രന്റീസസ് എഞ്ചിനീയറിംഗ് ആൻഡ് നോൺ എഞ്ചിനീയറിംഗും അതേപോലെ ഡിപ്ലോമ അപ്രന്റീസസും nats.education.gov.in എന്ന പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. BE, BTech, ഡിപ്ലോമ, നോൺ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, അതായത് BCom, BSc, BA, BCA, BBA ആൾക്കാർ 2021 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ റെഗുലർ കോഴ്സായി പാസ്സായവർക്ക് മാത്രം അപേക്ഷിക്കാം.
2001 മുമ്പ് പാസ്സായവർ അർഹരല്ല. അപ്പൊ ITI അപ്രന്റീസസ് NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ബോർഡുകളിൽ നിന്നും ITI പാസ്സായിരിക്കണം. അതേപോലെ ഉയർന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. OBC സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് എടുക്കുക, അതേപോലെ പഴയ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല. അതേപോലെ ഫലം കാത്തിരിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അപേക്ഷിക്കാതിരിക്കുക. കാരണം പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജോയിനിങ് സമയത്ത് കാണിക്കണം. അതേപോലെ പിന്നീട് ഫൈനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകേണ്ടി വരും. അതേപോലെ അപ്രന്റീസ്ഷിപ്പ് മുമ്പ് പൂർത്തിയാക്കിയവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുകയാണെന്നുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല. അതേപോലെ 1 വർഷത്തിലധികം ജോലി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അപേക്ഷിക്കരുത്. PWD വിഭാഗക്കാർക്ക് അപ്രന്റീസ്ഷിപ്പ് നിയമത്തിൽ നിശ്ചയിച്ച ട്രേഡുകൾക്കുള്ള സ്ഥാനങ്ങൾക്കായി മാത്രം അപേക്ഷിക്കാം. SC, ST, OBC, PWD, EWS വിഭാഗങ്ങൾക്ക് നിയമപ്രകാരമുള്ള സംവരണം ലഭിക്കും. അതേപോലെ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക. ഇന്റർവ്യൂ സമയത്ത് അല്ലെങ്കിൽ ഡോക്യുമെന്റ് പരിശോധനയ്ക്ക് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് അല്ലെങ്കിൽ പരിശീലന സമയത്ത് ഒന്നും TAയും DA ലഭ്യമല്ല. അതുപോലെ പരിശീലന സമയത്ത് താമസ സൗകര്യവും ലഭ്യമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റൈഫണ്ട് നോക്കുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് പ്രതിമാസം 9,000, ഡിപ്ലോമ അപ്രന്റീസ് 8,000, ITI അപ്രന്റീസസ് 7,000, നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് BCom, BSc, BA, BCA, BBA 9,000 ആണ്. അതേപോലെ മെഡിക്കൽ ഫിറ്റ്നസ് സർക്കാർ ആശുപത്രിയിലെ അംഗീകൃത ഡോക്ടർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് GTR നിർദ്ദേശിച്ച ഫോർമാറ്റിൽ ഹാജരാക്കേണ്ടി വരും. സെലക്ഷൻ പ്രോസസ്സ് എല്ലാ വിഭാഗങ്ങളിലും ആപ്ലിക്കൻസിനെ അക്കാദമിക് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ദെൻ ഒറിജിനൽ ഡോക്യുമെന്റ്സ് പരിശോധിച്ച ശേഷമാണ് ഫൈനൽ സെലക്ഷൻ നടക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരുകൾ DRDOയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷിക്കേണ്ട വിധമാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, അതേപോലെ ഡിപ്ലോമ, നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്റെ വെബ്സൈറ്റ് nats.education.gov.in, ITI അപ്രന്റീസസ് ആണെങ്കിൽ www.apprenticeshipindia.org. ഓഫ്ലൈനിലൂടെ നമുക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോം പ്രിന്റ് ചെയ്ത് ആവശ്യമായ രേഖകളോടെ അഡ്രസ്സിലേക്ക് അയക്കാവുന്ന അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്കാൻ ചെയ്ത അപേക്ഷയും ഡോക്യുമെന്റും hrd.gtre@gov.in എന്ന ഇമെയിലിലേക്ക് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. 3 രീതിയിൽ അയക്കാം. ഓഫ്ലൈനും അയക്കാം, അതേപോലെ ഇമെയിൽ വഴിയും നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇമെയിൽ അഡ്രസ് ആണ് hrd.gtre@gov.in എന്ന ഇമെയിൽ വഴി നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈകി പോകുന്ന അപേക്ഷകളൊന്നും പരിഗണിക്കില്ല. എല്ലാ ഡീറ്റെയിലും ശരിയായിട്ട് പൂരിപ്പിക്കുക. ഇപ്പൊ CGPA ഉള്ളവരാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യണം. അതേപോലെ GTRയിൽ ജോയിൻ ചെയ്യുമ്പോൾ അപേക്ഷയുടെ പ്രിന്റ് കോപ്പിയും ഒറിജിനൽ ഡോക്യുമെന്റ്സും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10th ക്ലാസ്സിന്റെ മാർക്ക്ഷീറ്റ്, അതുപോലെ ഡിഗ്രി, ഡിപ്ലോമ, ITIയുടെ മാർക്ക്ഷീറ്റ്സ് ഫോർ ഓൾ സെമസ്റ്റേഴ്സ് നേരിട്ടുണ്ട്. അതേപോലെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ആവശ്യമുള്ളവർക്ക് ജാതി സർട്ടിഫിക്കറ്റ്, അതേപോലെ PWD സർട്ടിഫിക്കറ്റ്, പിന്നെ ഫോട്ടോ ID കാർഡ്, അത് പ്രിഫറബിൾ ആധാർ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. EWS സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ, അതേപോലെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അത് ജില്ലാ അധികാരിയുടേത് നേരിട്ടുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. അപ്പോൾ റിസൾട്ട്സ് DRDO വെബ്സൈറ്റിലെ വാട്ട്സ് ന്യൂസ് സെക്ഷനിൽ പ്രസിദ്ധീകരിക്കും. അപ്പൊ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ വഴിയും അല്ലെങ്കിൽ DRDO വെബ്സൈറ്റിലൂടെയും അപ്ഡേറ്റുകൾ അറിയിക്കും. സെലക്ട് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സ് ജോയിനിങ് ഡേറ്റിൽ തന്നെ കോൺട്രാക്റ്റിൽ ഒപ്പിടേണ്ടതായിട്ട് വരും. അതേപോലെ ജോയിൻ ചെയ്യുമ്പോൾ 1 വർഷത്തിലധികം താമസിച്ച അല്ലെങ്കിൽ ലേറ്റസ്റ്റ് താമസ സ്ഥലത്ത് നിന്നുള്ള പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.